സഗുരീശ്വരനം, നമുക്ക് സത്സംഗം ആരംഭിക്കാം. മേഘ. സദ്ഗുരുവേ ശരണം. സന്യാസം എന്നത് ശിഷ്യന്റെ ആത്മസമർപ്പണ കർമ്മമാണ്. വിവരണാതീതമായ മഹാത്യാഗത്തിന്റെ മൂശയിൽ ഓരോ ജീവനെയും വിളക്കി സ്വയം പരുവപ്പെടുന്ന പുണ്യകർമ്മമാണത്. സന്യാസിക്ക് ജാതിമത ഭേദമോ വർണ്ണവർഗ ഭേദമോ ഉണ്ടാകില്ല. സർവതന്ത്ര സ്വതന്ത്രതയാണ് സന്യാസിയുടെ മുഖമുദ്ര. എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കാൻ പ്രകൃതി അനുഗ്രഹിച്ചു പുണ്യസമയമായ വിജയദശമി ദിനമാണ് ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു സന്യാസ പരമ്പരയ്ക്ക് ഗുരു തുടക്കം കുറിച്ചത്. 1984 ഒക്ടോബർ 4 അന്നു മുതൽ ആശ്രമത്തിലെ സന്യാസ ദീക്ഷാ വാർഷികമായി ഈ ദിവസം ആഘോഷിക്കുന്നു. സന്യാസ വാർഷികത്തോടനുബന്ധിച്ച് ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 22 ആരംഭിച്ച സത്സംഗത്തിന്റെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. ഏവരെയും ഈ സത്സംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ സത്സംഗം പ്രാർത്ഥനയോടെ ആരംഭിക്കാൻ സമാദരണീയ സ്വാമി ആനന്ദജ്യോതി ജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. സഗുരുവേശ്വരൻ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരുപരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരേശ്വരൻ. ഗുരുപാദ വന്ദനത്തിനായി ബ്രഹ്മചാരിണി ശാന്തിപ്രിയ ആറിനെ ക്ഷണിക്കുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. ഇഹലോകവും പരലോകവും ഉലകാകരം നിറയുന്നൊരാ കരുണയ ഉരുളിന്നു ഞങ്ങളിലേകണി കരുണാമയ. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം. തവ പാദപങ്കജവന്ദനം. തവ പാദപങ്കജവന്ദനം. അടുത്തതായി ഗുരുവാണി വായിക്കുന്നതിനായി ബ്രഹ്മചാരി ഉർമിളചിത് ആറിനെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഗുരുവാണി. നിങ്ങൾ ഒരു ചിട്ടയോടെ ജീവിക്കുകയാണെങ്കിൽ നല്ലതും ചീത്തയും ഇടകലർന്ന് വരുന്നതായി മനസ്സിലാക്കാൻ കഴിയും. ജീവന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വാസനാമയമായ ചീത്ത വെളിയിൽ വന്ന് അഴിഞ്ഞു മാറി ആ സ്ഥാനത്ത് നല്ലത് വന്നു ചേരണം. നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നവരിൽ അത്രയും തൂക്കത്തിൽ ചീത്ത വരും. ജിജ്ഞാസുവോ സാത്വികനോ ആണെങ്കിൽ അതിനെ സ്വയം തടയാൻ കഴിയും. ഒരു
പുതിയ ഭൂമി കിട്ടിയതുപോലെയാണ് നമ്മുടെ അനുഭവം. കിട്ടുന്നതിന് മുമ്പ് അതെന്താണെന്ന് അറിയില്ല. ഭൂമി എന്ന് പറഞ്ഞത് ശരീരത്തെ ഉദ്ദേശിച്ചാണ്. ഹൃദയമാകുന്ന ഗോഡൌണിൽ ധാരാളം സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ചീത്തയാകാതെ സൂക്ഷിക്കണം. എത്ര കഷ്ടപ്പെട്ടായാലും അത് ചെയ്തൊതുക്കാൻ കഴിയണം. പുണ്യവും പാപവും രണ്ടും നമുക്ക് ആവശ്യമില്ല എന്നൊരവസ്ഥ വരണം. പുണ്യം സമ്പാദിച്ചാൽ പിന്നെ അതിന്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കണമല്ലോ. നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയാൽ ആർക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ആവില്ല. ഇവിടെ വന്നു നിൽക്കുന്നവർ ആണും പെണ്ണും അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വേദന വരുന്ന സമയത്ത് നിങ്ങൾ കരയുന്നു. ആ കരച്ചിലിൽ കൂടി പോലും നിന്റെ ഇച്ഛ ചെയ്യാൻ എന്ന് പ്രാർത്ഥിക്കണം. സദ്ഗുരു ശരണം. ഇന്ന് ഈ സത്സംഗത്തിൽ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാമി നന്ദാത്മജാനന്ദ അവറുകളാണ്. അദ്ദേഹം 2004 മുതൽ ശ്രീരാമകൃഷ്ണ മഠം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുകയും 2014 സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണ മഠം ആധ്യാത്മിക മാസികയായ പ്രബുദ്ധ കേരളത്തിന്റെ എഡിറ്ററാണ് സ്വാമിജി. തൃശൂർ ശ്രീരാമകൃഷ്ണ മഠം ബ്രാഞ്ച് ആയ പൂങ്കുന്നം വിവേകാനന്ദ വിജ്ഞാന ഭവനത്തിന്റെ ഇൻചാർജ് കൂടിയാണ് അദ്ദേഹം. ദിനപത്രങ്ങളിലും ആനുകാലികങ്ങളിലും നിരവധി ലേഖനങ്ങളും കവിതകളും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ഏറെ ബഹുമാനത്തോടെ ആദരണീയനായ സ്വാമിജി നന്ദാത്മജാനന്ദയെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. മേഘ, സ്വാമിജിയുടെ എന്തോ നെറ്റ് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത അദ്ദേഹത്തിന് വിളിക്കുകയോ ചെയ്യും. ഒരു ഏകദേശം ഒരു 10-20 സെക്കൻഡ്സ് നോക്കിയിട്ട് നമുക്ക് ഓക്കെ. മേഘ ഒന്ന് ഇദ്ദേഹത്തിനെ അറിയിക്കൂ എന്താണ് സംഭവിക്കുന്നത്. ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ. ഒന്ന് പറഞ്ഞേക്കോ മേഘ, എന്താണ് സംഭവം? ഓക്കെ ഓക്കെ ഓക്കെ. ബ്രഹ്മചാരി പിന്നെയും കണക്ഷൻ പോയായിരുന്നോ? മേഘ, നമ്മുടെ ഡൽഹിയിൽ നിന്നുള്ള സ്വാമിയെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞോ? ഓക്കെ. മറ്റേ അദ്ദേഹം കയറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, എന്തോ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, കയറാം എന്ന് പറഞ്ഞു. അടുത്തതായി പ്രഭാഷണത്തിനായി എത്തുന്നത് ശ്രീ വിവേക് മുനിജി മഹാരാജ് അവറുകളാണ്. ജൈനമതാചാര്യനായ ആചാര്യ സുശീൽ കുമാറിന്റെ പ്രധാന ശിഷ്യനായ ശ്രീ വിവേക് മുനിജി മഹാരാജ് അറിയപ്പെടുന്ന ആത്മീയ ചിന്തകനും മതാന്തര കൂട്ടായ്മകളിലെ നിറസാന്നിധ്യവുമാണ്. ന്യൂഡൽഹിയിലെ ആചാര്യ സുശീൽ മുനി മിഷന്റെ സ്ഥാപകനാണ് അദ്ദേഹം.
ഇന്റർനാഷണൽ മഹാവീർ ജയൻ മിഷന്റെ ചുമതല ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായിരുന്ന അദ്ദേഹം ഏറെ ആദരവോടെ ആദരണീയനായ ശ്രീ വിവേക് മുനിജി മഹാരാജിനെ ഈ സത്സംഗത്തിൽ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. श्री विवेक मुनि जी महाराज, आपको हम आदरपूर्वक आमंत्रित करते हैं. प्लीज आप. मैं बोलूं? जी मैं अपना प्रवचन शुरू करूं? जी जी. नमो अरिहन्ताणं नमो सिद्धाणं नमो आयर्याणं नमो वज्रायाणं नमो लोये सब साहुणं एसो पंच नमोकारो सब पावपनासनो मंगलानंच सबे सिंपड़बम हवै मंगलम. ओम अज्ञानतिमिरान्धाना ज्ञानाञ्जन शलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः. ॐ अखण्डमण्डलाकारं व्याप्तं येन चराचरम् तत्पदं दर्शितं येन तस्मै श्रीगुरुवे नमः. तस्मै श्रीगुरुवे नमः. तस्मै श्रीगुरुवे नमः. ओंकारबिन्दुसंयुक्तं नित्यं ध्यायन्ति योगिनः कामदं मोक्षदं चैव ओंकाराय नमो नमः. शांति आश्रम और उसके 40वें दीक्षा समारोह में आज का एक प्रवचन इस कार्यक्रम के लिए सर्वप्रथम आप सभी लोगों को हार्दिक शुभकामनाएं, मंगल कामनाएं और बहुत बहुत बधाई. दीक्षा हमारी भारतीय संस्कृति में सभी संप्रदायों, मजहबों और धर्मों में विशेष महत्व रखती है. दीक्षा अर्थात अपने जीवन की दिशा निर्धारित करना कि हमें अपने जीवन में आगे जिस दिशा में जाना है, दिशा क्या है. धर्म और अध्यात्म की दृष्टि से देखें तो दीक्षा एक धार्मिक प्रक्रिया है, धार्मिक एक अनुष्ठान है और कहें तो अपने जीवन को संपूर्ण रूप से धर्म और अध्यात्म के मार्ग पर अपने जीवन को लगाना है. जीवन में एक सत्य की खोज है. सत्य अर्थात परमात्मा, ईश्वर, और दूसरी पदार्थ की खोज है पुद्गल की अर्थात विज्ञान की. लेकिन दीक्षार्थी जब धर्म में दीक्षित होता है तो
उसका उद्देश्य कुछ अलग ही होता है। भारतीय संस्कृति में ऋषियों ने, मुनियों ने, साधकों ने ये प्रार्थना की है कि अस्तो मां सद्गमय, तमसो मां ज्योतिर्गमय और मृतो मां अमृत गमय। प्रार्थना करते हैं भगवान से साधक, दीक्षार्थी कि हमें असत्य से आप सत्य की ओर ले चलें, हमें अज्ञानता के अंधकार से प्रकाश की ओर ले चलें, ज्योति की ओर ले चलें, और मृतो मां अमृत गमय, हमें मृत्यु से अमृत की ओर ले चले। तो दीक्षा का जो मूल उद्देश्य है वह है असत्य से सत्य की ओर जाने के लिए, अंधकार से प्रकाश की ओर अपने जीवन को ले जाने के लिए है, और मृत्यु से जो अमृत तत्व है उस अमृत तत्व की ओर अपने जीवन को ले जाने का उद्देश्य। क्योंकि ये जीवन अगर देखें तो नश्वर है, क्षणभंगुर है, लेकिन इसमें जो आत्म तत्व है, परमात्म तत्व है, वही सत्य है, वही प्रकाश है, ज्ञान है, और वही अमृत। हर साधक की एक खोज होती है कि वह उस अमृत तत्व का अनुभव करे, उसका साक्षात्कार करे, और साक्षात्कार करके साधना के द्वारा, तपस्या के द्वारा जो भी उसे अमृत प्राप्त होता है उसे वो विश्व कल्याण के लिए अर्पित कर देता है, समर्पित कर देता है। वैसे भी संतों का, महापुरुषों का जो जीवन होता है वो परोपकार के लिए होता है, परहित के लिए होता है। श्री संत तुलसीदास ने भी कहा है, परहित सरस धर्म नहीं भाई, पर पीड़ा सम नहीं अधमाई। कि परहित से बड़ा कोई धर्म नहीं होता है और पर पीड़ा से बड़ा कोई अधर्म अर्थात पाप नहीं होता है। संतों का जो जीवन है वो परोपकार के लिए होता है, वो परहित के लिए होता है। इसलिए संत कबीर भी कहते हैं कि संतों का जीवन कैसे है, तो कहा है वृक्षों की तरह, नदियों की तरह। वो दोहे के माध्यम से कहते हैं कि वृक्ष कभू नहीं फल भके, नदी न संचे नीर, परमारथ के कारणे साधुन धरा शरीर। जैसे वृक्ष अपने फलों को स्वयं नहीं खाता है और नदी अपने नीर को अर्थात जल को स्वयं नहीं पीती, वो दूसरों के लिए ही काम आते हैं, चाहे वो पक्षी हो, चाहे पशु हो, चाहे मनुष्य हो। उनका नीर, जल और वृक्षों के फल उनके काम आते हैं, वो स्वयं नहीं खाते हैं, परोपकार के लिए दूसरों के लिए अर्पित कर देते। आप देखिए वृक्ष स्वयं आंधी तूफानों को सहता है, सूरज की तपन से वो तपता है, लेकिन राहगीर को शीतल छाया प्रदान करता है, पक्षियों को वो बसेरा देता है और फल प्रदान करता है। और उसके साथ साथ आप देखें आज वर्तमान में कोरोना काल में हमने देखा है कि ऑक्सीजन की जो सर्वाधिक जरूरत है, जिसके बिना मनुष्य कुछ पल भी नहीं जी सकता है, वह ऑक्सीजन हमें प्रदान करता है। तो संतों का जीवन भी परोपकार के लिए होता है।
जैसे हिमालय से बहती हुई सरिताएं, नदियां हैं, संतप्त धरा को शीतलता और हरियाली प्रदान करती। फूल स्वयं विकसित होकर के वातावरण को सुगंधित करता है और सूरज स्वयं तप करके पूरे विश्व को प्रकाश देता है। चंद्रमा अपनी शीतल चांदनी से सोम रस की वृष्टि करता है। इसी प्रकार से संतों का भी जीवन होता है। वो दीक्षा लेकर के अपना संपूर्ण जीवन परहित के लिए, परोपकार के लिए, मानव मात्र नहीं बल्कि प्राणी मात्र के कल्याण के लिए समर्पित कर देता है। तो हमारा जीवन दीक्षा का बहुत बड़ा महत्व है भारतीय संस्कृति में। कि स्वयं का तो वो व्यक्ति दीक्षित होकर के कल्याण करता ही करता है, लेकिन जिस परिवार में वो रहता है, जिस समाज में वो रहता है, जिस राष्ट्र में और जिस धरा पर वो रहता है, वहां भी परोपकार के कार्य करता है। वहां भी अपने ज्ञान के प्रकाश से आसपास के वातावरण को और जो भी उसके संपर्क में आते हैं उन लोगों को सत्संग के माध्यम से उनके जीवन से अज्ञानता के तिमिर को, अज्ञानता के अंधकार को दूर करता है और उसके जीवन में ज्ञान की ज्योति जागृत करता है। इसलिए गुरु के लिए भी कहा गया है कि अज्ञान तिम्रांधाना ज्ञानांजन शलाकया, कि वो अज्ञानता के तिमिर को, अंधकार को दूर करते हैं और ज्ञान की ज्योति, ज्ञान की अंजन शलाका से वो ज्ञान के चक्षु, ज्ञान की वह रोशनी प्रदान करते हैं। और गुरु को दीपक की तरह कहा गया है, जैसे भगवान बुद्ध ने भी कहा है अपदीपो भव, कि आप स्वयं अपने दीपक बने। दीपक का एक स्वभाव होता है कि दीपक स्वयं तो प्रकाशित होता है, साथ ही जो भी दीपक उसके संपर्क में आता है और उसकी लौ से जो बत्ती स्पर्श करती है वो भी दीपक जल जाता है, वो भी प्रकाशित हो जाता है। इसी प्रकार से संतों का, गुरुओं का, महापुरुषों का जो जीवन है वो स्वयं तो प्रकाशित है ही, लेकिन जो भी उनके सत्संग में आता है, जो भी उनके संपर्क में आता है, जो भी उनका स्पर्श करता है, उसके जीवन में भी अज्ञानता का अंधकार दूर होता है और ज्ञान की ज्योति जागती। और ज्ञान की ज्योति जब जागृत होती है तो हमारे जीवन में जो भी कष्ट हैं, जो भी परेशानियां हैं, जो भी दुख हैं, वो सब अज्ञानता के कारण है। तो जब ज्ञान की ज्योति जागृत होती है तो वो हमारे जीवन से सभी प्रकार के दुख, सभी प्रकार का अज्ञानता का नाश होता है और हमें उस शाश्वत सुख की, शाश्वत आनंद की प्राप्ति होती है जिसकी ऋषि मुनियों ने अनंत समय से, योगियों ने खोज की। तो दीक्षा के बाद बहुत जरूरी है कि स्वाध्याय, जैन धर्म में विशेष रूप से बहुत महत्व दिया गया है कि जो मुनि होते हैं, साधक संत होते हैं, उनको स्वाध्याय करना। स्वाध्याय स्वयं का भी अध्ययन, शास्त्रों का भी अध्ययन करना है और गुरुओं से सत्संग के माध्यम से उनकी वाणी को सुनना है, श्रवण करना। तो पठन, गुरुओं के द्वारा ज्ञान का प्रदान करना, उसे श्रवण करना, उस पर चिंतन मनन करना और उसकी अनुपेक्षा करना, ये जैन धर्म में विशेष रूप से स्वाध्याय के प्रकार बताए गए।
लेकिन स्वाध्याय के साथ साथ ध्यान साधना का सबसे ज्यादा महत्व, योग साधना का सबसे ज्यादा महत्व, कि हम स्वाध्याय करें, स्वाध्याय के साथ साथ हम ध्यान करें, क्योंकि ध्यान हमारी आत्म ज्योति को जगाता है, हमारे आत्मविश्वास को जागृत करता है, और ध्यान हमारी चेतना को विश्व चेतना के साथ जोड़ता है, हमारी आत्मा को परमात्मा के साथ जोड़ता है। ये योग का अर्थ ही है, जो युज धातु से बना है, कि आत्मा का परमात्मा के साथ जो मिलन है वह योग। यही भक्ति का भी अर्थ है। भक्त अर्थात जो परमात्मा से जुड़ा हुआ है, जो भगवान से जुड़ा हुआ है, उनके साथ में एकाकार है, उनके साथ लीन है, उसे भक्त कहते हैं। तो भक्ति योग एक विभक्त शब्द है, माने टूटा हुआ, और एक भक्त जो जुड़ा हुआ है। तो दीक्षांत समारोह में विशेष रूप से शांति आश्रम जो शिक्षा का, सेवा का कार्य कर रहा है, बच्चों में जो भारतीय संस्कृति के, सनातन संस्कृति के जो संस्कार हैं, उनका बीजारोपण कर रहा है। क्योंकि जो बच्चे हैं वह देश का, परिवार का, समाज का, राष्ट्र का और पूरे विश्व का भविष्य है। उनके जीवन में धर्म और अध्यात्म के संस्कारों का बीजारोपण करना, उन्हें दीक्षित करके सन्मार्ग पर लाना और पूरी मानवता के कल्याण के लिए, प्राणी मात्र के कल्याण के लिए उनके जीवन को योग्य बना करके समर्पित करना, ये बहुत बड़ा पुरुषार्थ है, जो भारतीय संस्कृति में जिसे धर्म और मोक्ष पुरुषार्थ कहा है, वैसा कार्य शांति आश्रम और वहां के जो भी गुरु हैं, संत हैं और उसके साथ समर्पित जो साधक हैं, वो कार्य कर रहे हैं। यह बहुत ही प्रशंसनीय है, अनुकरणीय है। क्योंकि आज वर्तमान में चाहे पर्यावरण की, ग्लोबल वार्मिंग की समस्या हो, चाहे तीसरे विश्व युद्ध की कगार पर खड़े हुए विश्व को, जो भारत की संस्कृति है वसुदेव कुटुंबकम की, सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया की, कि हम विश्व को एक कुटुंब, एक परिवार मानते हैं और परमात्मा से, भगवान से, ईश्वर से प्रार्थना करते हैं कि सभी लोग निरोग हों, सभी लोग सुखी हों, सभी का कल्याण हो, सभी का मंगल हो। भगवान महावीर स्वामी से भी जब देवताओं ने प्रार्थना की कि भगवान आप अपने धर्म तीर्थ का प्रवर्तन कीजिए, तो वहां उन्होंने जो शब्द कहे हैं वो कहे हैं, सब जग जीव ही हम तिथम पवित्रे, कि सर्व जग के जीवों के हित के लिए, कल्याण के लिए आप धर्म तीर्थ की प्रवर्तना करें। तो हमारी जो संस्कृति है वो सर्वे भवन्तु सुखिनः की है और पूरी वसुधा को परिवार मानती है, और उसमें जितने भी जीव हैं, जितने भी प्राणी हैं, जितने भी मनुष्य हैं, सभी के कल्याण की, मंगल की कामना करती है, उनकी शांति के और उनके जीवन के विकास की प्रार्थना करते हैं। ऐसी वह संस्कृति जिसका ऐसा भाव है, ऐसा विचार है, जो सर्व हित के लिए है, आज इसकी हर परिवार को, हर समाज को, हर राष्ट्र को और पूरे विश्व को आवश्यकता है। शांति आश्रम इस संदेश को, इस ज्ञान की इस ज्योति को जन जन तक पहुंचाने का जो प्रयास कर रहा है वो बहुत ही प्रशंसनीय है। इस दीक्षा के 40वें समारोह पर मैं पुनः आप सभी को हार्दिक शुभकामनाएं, बधाई देता हूं और अंत में इतना ही कहूंगा, विश्व समन्वय अनेकांत पथ,
विश्व समन्वय अनेकांत पथ, सर्वोदय का हो प्रतिपल गान, सभी का उदय हो, सभी का उत्थान हो, सभी का कल्याण हो, सभी का मंगल हो, सर्वोदय का हो प्रतिपल गान, मैत्री करुणा सब जीवों पर, मैत्री करुणा सब जीवों पर, अहिंसा धर्म जग ज्योति महान, अहिंसा धर्म जग ज्योति महान। आज इस भारत की जो संस्कृति है सनातन की, इसकी सभी को जरूरत है और शांति आश्रम इसके लिए बहुत ही प्रशंसनीय और बहुत ही ठोस कार्य कर रहा है बच्चों के लिए, और यूनाइटेड नेशन यूनेस्को के साथ भी जुड़ करके ये बहुत ही प्रसन्नता का विषय है और हम भी इसमें सहयोगी बने हैं, हमारी भी इसमें एक आहुति जलेगी। इसके लिए मैं भी अपना परम सौभाग्य समझता हूँ। इन्हीं मंगल विचारों और भावों के साथ में मैं अपनी वाणी को विराम देता हूँ। ओम शांति 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 ओम। विवेक जी महाराज जी, आपके इन शब्दों के लिए हम आपका बहुत ज्यादा आभार व्यक्त करते हैं। थैंक यू सो मच। थैंक यू, धन्यवाद, वेलकम। कितनी हिंदी समझ में आई वो मुझे पता नहीं। थैंक यू। मैं आपने जो कहा उसका एक शॉर्ट चीज मैं मलयालम में सबको कहना चाह रही हूँ। അദ്ദേഹം സ്വാമിജി സംസാരിച്ചതിന്റെ ഒരു ചെറിയ ഒരു ട്രാൻസ്ലേഷൻ അദ്ദേഹം യൂസ് ചെയ്തതിൽ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലെ ഒരു ചെറിയ കാര്യം ഞാനിവിടെ പറയാം. അപ്പൊ അദ്ദേഹം ആദ്യം സന്യാസി ദീക്ഷ എന്ന ഒരു കർമ്മത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ ഈ ദീക്ഷ എന്നത്, ദീക്ഷ ഒരാൾ എടുക്കുമ്പോൾ ആ ആളിന്റെ ജീവിതം പൂർണ്ണമായും ധർമ്മത്തിന് വേണ്ടിയും ആത്മീയതയ്ക്ക് വേണ്ടിയും അദ്ദേഹം സമർപ്പിക്കുന്നു. ആ സന്യാസി സമർപ്പിക്കുമ്പോൾ ആ ആളിന്റെ ജീവിതം മാത്രമല്ല, ലോകത്തിന് വേണ്ടി കൂടെയാണ് ആ സന്യാസി ആ ജീവിതം സമർപ്പിക്കുന്നത്. അതിലൂടെ ഒരുപാട് നന്മകൾ എന്തെല്ലാം വന്നു ചേരാം ഈ ലോകത്തിന് വേണ്ടി, അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയുന്നു. ദീക്ഷയുടെ അർത്ഥം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമൃത തത്വത്തിലേക്കും നയിക്കലാണ്. ഒരു സന്യാസി ഈ ജീവിതം നശ്വരമാണെന്ന് അറിഞ്ഞിരിക്കണം. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ലോകഹിതത്തിനായി സമർപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. സന്യാസിയുടെ ജീവിതം ഒരു നദിയെ പോലെയും ഒരു മരത്തിനെ പോലെയും ആയിരിക്കണം. മരം ഒരു ഫലം, ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത് അത് ആ മരത്തിന് വേണ്ടിയല്ല, മരമല്ല അത് കഴിക്കുന്നത്. അതുപോലെ നദിയുടെ വെള്ളം നദിയല്ല അത് കുടിക്കുന്നത്, അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ പരോപകാരത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അതെങ്ങനെയാണ്, അത് സന്യാസിയുടെ ഒരു ക്വാളിറ്റി ആയിരിക്കണം ആ പരോപകാരം. എന്ത് ചെയ്താലും എന്ത് സംസാരിച്ചാലും ആ സന്യാസിയുടെ വാക്കുകളിലും പ്രവർത്തനത്തിലും എല്ലാത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോ ഒരു മരം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചതാണ്. നമ്മൾ ഓക്സിജന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സമയം. ആ സമയത്തും ഒരു കൊടുങ്കാറ്റിൽ നിന്നുകൊണ്ട് മരം എപ്പോഴും കൊടുക്കുന്നത് ഈ ലോകത്തിനായിട്ട് ഓക്സിജനാണ്. അതുപോലെ പൂക്കൾ വിരിയുകയാണെങ്കിൽ അത് പരിസരം എല്ലാം സുന്ദരകരമാക്കുന്നു. അതുപോലെ ഒരു സന്യാസിയുടെ ജീവിതം ആയിരിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഒരു സന്യാസിയുടെ കടമ ലോകത്തിൽ നിന്ന് അജ്ഞാനത്തെ മാറ്റുകയും വിജ്ഞാനത്തെ കൊണ്ടുവരികയുമാണ്. അപ്പോ ഒരു ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം അതിൽ സ്ട്രെസ് ചെയ്തത്. ഒരു ഗുരു ഒരു ദീപക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിളക്കിനെ പോലെയാണ്. അപ്പൊ ഈ വിളക്ക് എന്ന് പറയുന്നത്, ആ ഒരു വിളക്കിൽ നിന്ന് ഏത് തിരിയോ എന്തും നമ്മൾ അതിന്റെ അടുത്ത് കൊണ്ടുവരുന്നു, അതിലും കൂടെ ആ എനർജി അല്ലെങ്കിൽ വിളക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നു. അപ്പൊ അതുപോലെ ആയിരിക്കണം ഒരു സന്യാസിയുടെ ജീവിതവും. ആര് അടുത്ത് വരുന്നു, ആരെയാണോ കാണുന്നത്, അവരിലേക്ക് ഒരു നന്മ പകർന്നു കൊടുക്കാൻ ഉള്ള വ്യക്തിത്വമായിരിക്കണം ഒരു സന്യാസിയുടേത്.
പിന്നെ അദ്ദേഹം അതിൽ ഏറെ സ്ട്രെസ് ചെയ്ത് സംസാരിച്ചത് മെഡിറ്റേഷനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ എന്നത് ആത്മാവിനെ പരമാത്മാവുമായി ജോയിൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ് എപ്പോഴും ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ആ ജീവനെ വളർത്തിയെടുക്കാൻ ഒരു സന്യാസിക്ക് പറ്റുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ഭക്തി യോഗയെ കുറിച്ചും സംസാരിച്ചു. ഭക്തി ആണ് ഒരു ജീവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ചേർക്കുന്നത്. അപ്പൊ അതും എന്നും ഒരു സന്യാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കണം. പിന്നെ അദ്ദേഹം നമ്മളുടെ ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇതിന് 40ാമത്തെ നമ്മളുടെ സന്യാസ ദീക്ഷയ്ക്ക് വേണ്ടി നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അത് മാത്രമല്ല ആശ്രമത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അറിയുകയും അതിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. സദ്ഗുരു ശരണം. അടുത്തതായി ഈ സത്സംഗത്തിൽ പ്രഭാഷണത്തിനായി സ്വാമി നന്ദാത്മജാനന്ദ അവർകളെ ക്ഷണിക്കുന്നു. സ്വാമിജി ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ. സ്വാമിയുണ്ട്. ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. കേക്കാലോ അല്ലേ? മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപ തമഹം വന്ദേ പരമാനന്ദ മാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗുരുതുല്യരായ സന്യാസി ശ്രേഷ്ഠന്മാർക്കും വിശ്വാസികൾക്കും ഒക്കെ എൻ്റെ വിനീതമായ നമസ്കാരം. ശാന്തിഗിരി ആശ്രമവുമായി ശ്രീരാമകൃഷ്ണ മഠത്തിന് ഒരു വലിയ ബന്ധം ഉള്ളത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപകനായ കരുണാകര ഗുരു തൻ്റെ ആധ്യാത്മിക അന്വേഷണം ആരംഭിച്ചത് കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ നിന്നാണ്. കരുണാകര ഗുരു അന്ന് ആഗമാനന്ദ സ്വാമികളെ കാണുകയും ആഗമാനന്ദ സ്വാമികളുടെ മാർഗദർശനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ കരുണാകര ഗുരു ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സന്യാസ ദീക്ഷ നൽകിയതിൻ്റെ ഒരു വലിയ സ്മരണയുമായിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ ഇവിടെ നടക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് സംസാരിച്ച ആധ്യാത്മിക നേതാവ് പ്രത്യേകിച്ചും പറഞ്ഞൊരു കാര്യം ജ്ഞാനപ്രകാശം. ആ ഉള്ളിലുള്ള ജ്ഞാനപ്രകാശം, ആ പ്രകാശമാണ് സന്യാസത്തിൻ്റെ അന്തസത്തയായി നിലകൊള്ളുകയും ആ പ്രകാശത്തിൽ നിന്നാണ് ചുറ്റുമുള്ളവരിലേക്ക് ആ വ്യക്തിയിൽ നിന്നും ഒരു സന്യാസിയിൽ നിന്നും പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐതിഹ്യമാലയിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി വിശദീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന് മുഴുവൻ നാണക്കേടാണ്.
നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ മാത്രമാണ് സന്ധ്യാവന്ദനാദികൾ ചെയ്യാതിരിക്കുന്നത്. സാധാരണ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ സന്ധ്യാസമയത്ത് ചെയ്യുന്ന അനുഷ്ഠാനമാണ് സന്ധ്യാവന്ദനാദികൾ. അപ്പോൾ നിങ്ങൾ മാത്രമാണ് ഈ സന്ധ്യാവന്ദനാദികൾ ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുഴുവൻ നാണക്കേടാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് പറയുകയാണ്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജ്ഞാനസൂര്യൻ നിറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് വേണ്ടേ ഞാൻ സന്ധ്യാവന്ദനാദികൾ ചെയ്യാൻ എന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഈ ജ്ഞാനം, ആ പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതം ആനന്ദ കമ്പോളമായി മാറും. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ജീവിതത്തെ നിർവചിച്ചിട്ടുള്ളത്, ജീവിതത്തിൻ്റെ ആദർശമായി മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് ഈ ആനന്ദ കമ്പോളത്തെയാണ്. ജീവിതം ഒരു ആനന്ദ കമ്പോളമായി മാറണം. അപരപ്രകൃതിയിൽ നിന്നും പരാപ്രകൃതിയിലേക്ക് ജീവിതം അതിനുവേണ്ടി ഉത്ക്രമിക്കേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയുന്നു, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരല്പനേരം, അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടിയും 1000 ആണ്ട് പോലെ തോന്നും. അപരപ്രകൃതിക്ക് അധീനരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 1000 ആണ്ടുകൾ, ഒരു നിമിഷം പോലും 1000 ആണ്ട് പോലെ തോന്നും. അതേസമയം പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം 10,000 ആണ്ടുകൾ ഒരു നിമിഷം പോലെ ആയിത്തീരും. ഈ ഒരു നിർവൃതി, ആ നിർവൃതിയാണ്, ആനന്ദമാണ് സന്യാസത്തിന്റെ അകക്കാമ്പായിട്ട് നിലകൊള്ളുന്നത്. ഈ പൊന്നൂലാണ് ഒരു സന്യാസി തൻ്റെ ജീവിതത്തിലൂടെ നെയ്തെടുക്കേണ്ടത് എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഈ സന്യാസ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ 1-2 കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഒരു അംഗമെന്ന നിലയിൽ രാമകൃഷ്ണ പ്രസ്ഥാനം, ആ രാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ രാമകൃഷ്ണ സംഘത്തിലെ സന്യാസിമാർ നയിക്കുന്ന ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ പറ്റി പറയുകയാണെങ്കിൽ, ശ്രീരാമകൃഷ്ണദേവനെ മുൻനിർത്തി ഈ ഭാരതത്തിൽ ഉയർന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു ധാർമ്മികതയുടെ ഒരു വലിയ കടന്നുകയറ്റം, അതേക്കുറിച്ച് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൊമാൻ റോള വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് റൊമാൻ റോള പറയുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിൻ്റെ 5000 വർഷത്തെ പാരമ്പര്യമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര് 50 വർഷം കൊണ്ട് ജീവിച്ചു കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാരമ്പര്യം, ആ ഭാരതത്തിൻ്റെ ആ ഒരു വലിയ പൈതൃകം, ആ പൈതൃകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള, ആ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒന്നാണ് ശ്രീരാമകൃഷ്ണ സമ്പ്രദായം, ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിമാർ നയിക്കുന്ന ജീവിതം. പാരമ്പര്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മഹാത്മാക്കളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അസമ്പ്രദായവിത് മൂർഖവത് ഉപേക്ഷണീയ എന്നാണ്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഭാരതത്തിൻ്റെ ആ പൈതൃകത്തെ, ആധ്യാത്മിക പൈതൃകത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വലിയ ശൈലിയെയാണ് രാമകൃഷ്ണ പ്രസ്ഥാനം അവലംബിക്കുന്നത്. അതോടൊപ്പം തന്നെ നൂതന ശൈലികളെ സന്യാസത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനും വിവേകാനന്ദ സ്വാമികൾ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്.
വിവേകാനന്ദ സ്വാമികള് ലോകം മുഴുവൻ സഞ്ചരിക്കുകയും അവിടങ്ങളിലൊക്കെ കണ്ട ആ സന്യാസ പാരമ്പര്യത്തെ സ്വാംശീകരിക്കുകയും അതിലെ എല്ലാ നല്ല വശങ്ങളെയും ഉൾച്ചേർക്കുവാനും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വത്സല ശിഷ്യൻ എന്ന നിലയിൽ വിവേകാനന്ദ സ്വാമികൾ ശ്രമിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ സന്യാസത്തിന് നൽകിയിട്ടുള്ള ആദർശവാക്യം എന്നത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്നതാണ്. അതായത് സന്യാസം എന്തിനാണ് എന്നതിൻ്റെ നിർവചനമാണ്. സന്യാസം എന്നത് ആത്മമോക്ഷത്തിനും ജഗത് ഹിതത്തിനും വേണ്ടിയാണ്. സന്യാസത്തിലൂടെ ഒരുവൻ നേടേണ്ടത് ആത്മമോക്ഷമാകുന്നു. ആ ആത്മമോക്ഷം നേടേണ്ടത് ജഗത് ഹിതങ്ങളായ കർമ്മങ്ങളിലൂടെ വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യ ജീവിതം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മമോക്ഷമാണ്. യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ആത്മമോക്ഷവും ഈ ജഗത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച, ഈ ആത്മമോക്ഷം ഒരു ജീവൻ ഉറപ്പിച്ചെടുക്കേണ്ടത് ജഗത് ഹിതങ്ങളായ കർമ്മങ്ങളിലൂടെ വേണം. ഇത്ര വലിയ മഹത്തായ ഒരു ആശയമാണ് സന്യാസത്തിൻ്റെ നിർവചനമായി സ്വാമി വിവേകാനന്ദൻ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ആദ്യ ഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആത്മമോക്ഷം. സന്യാസത്തിലൂടെ നേടേണ്ടത് ആത്മമോക്ഷമാണ്. അതെങ്ങനെ? ജഗത് ഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വേണം, ചുറ്റുമുള്ള ആളുകളെ സേവിച്ചുകൊണ്ട് വേണം ആത്മമോക്ഷം നേടാൻ. ഇത്ര മഹനീയമായ ഒരു ആശയത്തെയാണ് സന്യാസ ആദർശം എന്നുള്ള നിലയിൽ വിവേകാനന്ദ സ്വാമികൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ആത്മമോക്ഷം എന്നുള്ള ആ ഒരു ഭാഗത്തെ ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഉപനിഷത്തുകളുടെ കാമ്പാണ്. അതായത് ഒരു വ്യക്തി, ഒരു ജീവൻ ആത്യന്തികമായി നേടേണ്ടത് ആത്മമോക്ഷമാകുന്നു. ആ ആത്മമോക്ഷത്തിലൂടെ മാത്രമേ ജീവന്റെ പൂർണ്ണതയുണ്ടാവൂ എന്നുള്ളത് ഉപനിഷത്തിന്റെ കാമ്പായ ആശയമാണ്. അത് വേദങ്ങളുടെ എല്ലാം സംക്ഷിപ്തമായ ഒരു ആശയമായിട്ട് നമ്മൾ കാണുന്നത് ഉപനിഷത്തിനെയാണ്. ആ ഉപനിഷത്ത് മുന്നോട്ട് വെക്കുന്ന അകക്കാമ്പാണ് ഇത്, ആത്മമോക്ഷം. ആ ആത്മമോക്ഷത്തെ പല രീതികളിൽ ഉപനിഷത്ത് വിശദീകരിക്കുന്നുണ്ട്, മഹാവാക്യങ്ങളിലൂടെ. അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ ഇക്കാര്യം ഉപനിഷത്തുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഉപനിഷത്തിന്റെ കാമ്പായ കാര്യത്തെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. സത്യത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയെ, ആത്യന്തിക സത്യത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയെയാണ് ഉപനിഷത്ത് ആദർശമായി. അതിന് പറയുന്ന പേരുകള് ശാസ്ത്രങ്ങളിൽ പല രീതികളാണ് അതിനുവേണ്ടി അവലംബിച്ചിട്ടുള്ളത്. ഒന്ന്, ജീവൻ മുക്തന്മാര്, സ്ഥിതപ്രജ്ഞന്മാര്. ഭഗവത്ഗീതയിൽ തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണമുണ്ട്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് തുടങ്ങുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണമുണ്ട്. അതായത് ഒരു ജ്ഞാനിയായ വ്യക്തി, പരിപൂർണത കൈവരിച്ച ഒരു വ്യക്തി എങ്ങനെയായിരിക്കും ഈ ലോകത്തിൽ വ്യവഹരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഉപനിഷത്തുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആത്മമോക്ഷമാണ് ഓരോ ജീവനും നേടേണ്ടത്. അതിനെ പുരുഷാർത്ഥത്തിൽ ഉൾപ്പെടുത്തി ആചാര്യന്മാർ പറഞ്ഞു തരുന്നു. മനുഷ്യജീവിതം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അതിനെ പുരുഷാർത്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നേടേണ്ടത് എന്നുള്ളതാണ് ഈ പുരുഷാർത്ഥങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹങ്ങൾ, ധർമ്മം, അർത്ഥം എന്നിവയെ, അർത്ഥം, കാമം എന്നിവയെ
ധർമ്മത്തിലൂടെ നേടിക്കൊണ്ട് മോക്ഷത്തിലെത്തുക എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന രീതി. അതായത് കാമത്തെയും അർത്ഥത്തെയും ധർമ്മത്തിലൂടെ നേടി മോക്ഷത്തിലെത്തിച്ചേരുക. അതിനുള്ള വഴിയായിട്ടാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന ജീവിത രീതികളെ പ്രായോഗികമായി മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരു വ്യക്തി കടന്നു പോകേണ്ട ജീവിത രീതികൾ ഇതൊക്കെയായിരുന്നു. എന്തൊക്കെ? ബ്രഹ്മചര്യാശ്രമം, ഗാർഹസ്ഥ്യാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. അവസാനം സന്യാസത്തിൽ എത്തിച്ചേരണം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷമാണ്. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയലാണ്. ഹു ആം ഐ? ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയലാണ് മോക്ഷത്തിലൂടെ കൈവരുന്ന അറിവ് എന്ന് പറയുന്നത്. അതാണ് പരമമായ പുരുഷാർത്ഥം. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട ഒരേയൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നത് ഈ മോക്ഷമാണ്. അതിനുള്ള വഴി എന്താണ്? അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള വഴിയായിട്ട് ശാസ്ത്രം പറഞ്ഞു തരുന്നത് പൂർണ്ണ സമർപ്പണത്തെയാണ്. ഭഗവത്ഗീതയിൽ പറയും, അവസാന 18-ാമത്തെ അധ്യായത്തിൽ പറയും, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ പരമപുരുഷാർത്ഥമായിട്ടുള്ളത് മോക്ഷമാകുന്നു. ആ മോക്ഷത്തിനുള്ള വഴി എന്ന് പറയുന്നത് ത്യാഗമാകുന്നു, അഥവാ പരിപൂർണ സമർപ്പണമാകുന്നു. ജീവിതത്തെ പരിപൂർണമായിട്ടും സമർപ്പിക്കേണ്ടതുണ്ട്. ശാസ്ത്രങ്ങളൊക്കെ പറയുന്നു, ന കർമ്മണ ന പ്രജയാധനേന ത്യാഗേനൈകി അമൃതത്വം മാനസിക്കും. ആ അമൃതത്വം കൈവരിക്കാൻ ഇതിനു മുമ്പ് സംസാരിച്ച ഗുരുശ്രേഷ്ഠൻ പറയുകയുണ്ടായി, അമൃതത്വം സമ്പാദിക്കുക. ആ അമൃതത്വം, ജീവിതത്തിന് അമൃതത്വം നേടുക അല്ലെങ്കിൽ ജ്ഞാനം നേടാനുള്ള വഴി എന്ന് പറയുന്നത് ത്യാഗം ഒന്ന് മാത്രമാണ്. എന്തിനാണ് സന്യാസം എന്നതിൻ്റെ ഉത്തരം അവിടെയാണ് കിട്ടുന്നത്. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് അമൃതത്വം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞൊരു ക്രമമുണ്ട്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോ ഇതൊരു ക്രമമാണ്. ആ ക്രമത്തിലൂടെ നമ്മുടെ ജീവിതചര്യ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആദ്യം ബ്രഹ്മചര്യ ആശ്രമത്തിലൂടെ ഗാർഹസ്ഥ്യാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൽ നിന്നും വാനപ്രസ്ഥത്തിൽ നിന്നും സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ക്രമം വേണ്ട എന്നുള്ള രീതികളിൽ ഒരു വിശദീകരണം ആചാര്യന്മാർ നൽകുന്നുണ്ട്. ആ വിശദീകരണം എങ്ങനെയാണ്? എപ്പോൾ നിങ്ങൾക്ക് വൈരാഗ്യം തോന്നുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ സമർപ്പണമാവാം. ഇപ്പൊ എല്ലാ ആശ്രമങ്ങളിലൂടെയും കടന്നു പോകേണ്ടതില്ല. അതായത് ബ്രഹ്മചര്യത്തിൽ നിന്നും നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിൽ ശാസ്ത്രം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യതഹരേവ വിരജേത് തതഹരേവ പ്രവ്രജേത്. എപ്പോഴാണോ നിങ്ങൾക്ക് വൈരാഗ്യം തോന്നുന്നത് അപ്പോൾ തന്നെ പൂർണ്ണ സമർപ്പണമാവാം. അപ്പൊ എപ്പോഴാണ് ജീവനിലേക്ക് ആ ശ്രേഷ്ഠത കടന്നു വരുന്നത് അപ്പോൾ തന്നെ പൂർണ്ണ സമർപ്പണമാവാം. അതിനൊക്കെ ഉദാഹരണമാണ് ശങ്കരാചാര്യസ്വാമികൾ. നമുക്കറിയാം, നമ്മുടെ പൈതൃകം ശ്രീബുദ്ധനിലൂടെ ശങ്കരാചാര്യസ്വാമികളിലൂടെയൊക്കെയാണ് കടന്നു വരുന്നത്. ശങ്കരാചാര്യസ്വാമികൾ സന്യാസത്തെ ദശനാമി സമ്പ്രദായം എന്നുള്ള നിലകളിലൊക്കെ അതിനെ പരിഷ്കരിക്കുകയും അതിനെ വീണ്ടും പുനഃസ്ഥാപനം ചെയ്യുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. വേറെയും നിരവധി പരിഷ്കരണ ശ്രമങ്ങൾ ഭാരതത്തിൽ സന്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ മധുസൂദന സരസ്വതിയുടെ നേതൃത്വത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരത്തിലുള്ള പരിഷ്കരണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ശങ്കരാചാര്യസ്വാമികൾ ദശനാമി സമ്പ്രദായത്തിൽ എല്ലാ സന്യാസിമാരെയും ഒത്തുചേർക്കാനായിട്ട്, ദശനാമി സമ്പ്രദായത്തിലേക്ക് ഒത്തുചേർക്കാൻ വേണ്ടിയുള്ള ഒരു പുനഃസംഘടന
ഒരു 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 പുനഃപ്രവചനം അദ്ദേഹം നടത്തുകയുണ്ടായി. പക്ഷെ ഇതിലൊന്നും പെടാതെയും നിരവധിയായ സന്യാസ സമ്പ്രദായങ്ങൾ ഭാരതത്തിൽ നടന്നു പോകുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ മുന്നോട്ട് വെച്ച, ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്യാസം അതൊന്നും ദശനാമി സമ്പ്രദായത്തിൽ പെടുന്നതല്ല. അപ്പൊ ഇത്തരത്തില് ഗുരുക്കന്മാര് നിരവധിയായ സമ്പ്രദായങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധിയായ സന്യാസ ശ്രേഷ്ഠന്മാരിലൂടെ രൂപപ്പെട്ടു വന്നതാണ് ഭാരതീയ സന്യാസം എന്ന് പറയാൻ സാധിക്കും. ഇപ്പൊ ചട്ടമ്പി സ്വാമികൾ മുന്നോട്ട് വെച്ച സന്യാസം അത് വേദാന്തത്തിൻ്റെയും സിദ്ധ സമ്പ്രദായത്തിൻ്റെ, വേദാന്ത സമ്പ്രദായത്തിൻ്റെ സിദ്ധ സമ്പ്രദായത്തിൻ്റെ ഒക്കെ ഒരു സമന്വയ രൂപമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്തായാലും ശരി, ശ്രീരാമകൃഷ്ണനിൽ ആ സന്യാസം സമ്പ്രദായം, ആ സന്യാസത്തിന്റെ പിന്തുടർച്ച എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഈ ഇന്ത്യ എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ ഈറ്റില്ലമാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഈ ഭാരതത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് ആധ്യാത്മികതയാകുന്നു. ഇന്ത്യയുടെ ജീവരക്തം, ഭാരതത്തിന്റെ ജീവരക്തം എന്ന് പറയുന്ന ആധ്യാത്മികതയാണ്. ഈ ആധ്യാത്മികത ലോകത്തിന് പകർന്നു നൽകുക എന്നുള്ളതാണ് ഭാരതത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ഭാരതത്തിന്റെ ആദർശം എന്ന് പറയുന്നത് റിനൗൺസിയേഷൻ ആൻഡ് സർവീസ് ആണ്. ത്യാഗവും സേവനവുമാണ് ഈ ഭാരതത്തിന്റെ ഐഡിയൽ എന്ന് പറയുന്നത്, അതായത് ആദർശം എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ആപ്പ് ഇന്ത്യ ആൻഡ് കോൺകർ ദ വേൾഡ് വിത്ത് യുവർ സ്പിരിച്വാലിറ്റി എന്ന്. ഭാരതമേ ഉണരുക, നിന്റെ ആധ്യാത്മികത കൊണ്ട് ഈ ലോകത്തെ കീഴടക്കുക എന്ന്. എന്തായാലും ശരി, ശ്രീബുദ്ധനിലൂടെ, ശങ്കരാചാര്യ സ്വാമികളിലൂടെ തുടർന്ന് ഭഗവാൻ ശ്രീരാമകൃഷ്ണനിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സമ്പ്രദായത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുകയുണ്ടായത്. ചുരുക്കത്തിൽ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ സന്യാസത്തെ പുനഃപ്രവചനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടി പരിഷ്കരിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. ശ്രീരാമകൃഷ്ണ പരമഹംസര് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യവും ഉദ്ദേശ്യവും ഈശ്വര സാക്ഷാത്കാരം ഒന്ന് മാത്രമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരേ ഒരു ഉദ്ദേശ്യം ഈശ്വര സാക്ഷാത്കാരം ഒന്ന് മാത്രമാണ്. ആ ലക്ഷ്യത്തെ എങ്ങനെയും നേടുക എന്നതാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിത സന്ദേശം തന്നെ. ഏത് വഴികളിലൂടെയും ആ മോക്ഷത്തെ നേടുക, ആ ആത്മമോക്ഷത്തെ നേടുക, അതിനുള്ള വഴി എന്ന് പറയുന്നത് ത്യാഗമാകുന്നു. കാമകാഞ്ചന ത്യാഗം എന്ന് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണദേവൻ മുന്നോട്ട് വെച്ച വേറൊരു വലിയ സന്ദേശമാണ് ശിവജ്ഞാനേ ജീവസേവ. ഇവിടെയാണ് സന്യാസത്തിന്റെ ആദർശമായിട്ടുള്ള ജഗത് ഹിതായച്ച നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ശിവജ്ഞാനേ ജീവസേവ. ഓരോ ജീവനെയും ശിവനായി കണ്ടുകൊണ്ട്, ഈശ്വരനായി കണ്ടുകൊണ്ട് സേവിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ മുമ്പിലുള്ള ജീവന്മാര് ഈശ്വരൻ തന്നെയാകുന്നു. ആ ഈശ്വരന്മാരെ നാം, പ്രത്യക്ഷത്തിൽ കാണുന്ന ഈശ്വരന്മാരെ നാം സേവിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെയും, രോഗികളായി മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന ഓരോരുത്തരെയും ഈശ്വരനായി കണ്ടുകൊണ്ട് സേവിക്കേണ്ടതുണ്ട്. അതിനെയാണ് ശിവജ്ഞാനി സേവ എന്ന രീതിയിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുകയുണ്ടായത്. ഈ ഒരു ആദർശത്തെയാണ് വിവേകാനന്ദ സ്വാമികള് സന്യാസത്തിന്റെ ആദർശവാക്യമായിട്ട് ലോകത്തെ മനുഷ്യരാശിക്ക് മുമ്പിൽ വെച്ചത്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച. ഞാൻ മുമ്പേ പറഞ്ഞു, ആത്മമോക്ഷം, ജീവിതം കൊണ്ട് നാം നേടേണ്ടത് ആത്മമോക്ഷമാണ്. അതാണ് ഉപനിഷത്തുകൾ മുന്നോട്ട് വെക്കുന്നത്. അതെങ്ങനെ നേടണം? ജഗത് ഹിതങ്ങളായ കാര്യങ്ങളെ കൊണ്ട് ആണ്, ജഗത്തിന് ഹിതകരമായ കാര്യങ്ങളെ കൊണ്ട് ആണ് നമ്മൾ ആത്മമോക്ഷം ഓരോരുത്തരും നേടേണ്ടതായിട്ടുള്ളത്. സന്യാസത്തിന്റെ അന്തസ്സത്തെയാണിത്.
അഥവാ സന്യാസത്തിന് കൊടുക്കുന്ന നിർവചനമാണ് ഇത്. അപ്പൊ ചുറ്റുമുള്ള ഓരോരുത്തരെയും ഈശ്വരനായി കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും ആത്മമോക്ഷം നേടേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശതകത്തിൽ ഇങ്ങനെ പറയുന്നത്: അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കാൻ പോവുകയാണ്. എന്തായാലും സന്യാസത്തിന്റെ ആ രണ്ടാമത്തെ ഭാഗം ഇതാണ്. ആത്മമോക്ഷമാണ് നമ്മൾ നേടേണ്ടത്. അതെങ്ങനെ നേടണം? ജഗദ്ഹിതങ്ങളായ കർമ്മങ്ങളെ കൊണ്ടാണ് നാം നേടേണ്ടത്. ചുറ്റുമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ സേവിച്ചുകൊണ്ട് വേണം, ഈശ്വരനായി സേവിച്ചുകൊണ്ട് വേണം നാം ആ ലക്ഷ്യം, ആത്മമോക്ഷം നേടേണ്ടതായിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരം ഈ ജീവകാരുണ്യത്തെ ഒന്നുകൂടി ഈ സന്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റി. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദന്മാര് ഭാരതത്തിന്റെ ആ വലിയ മൂല്യം, ആ കാരുണ്യം എന്ന് പറയുന്ന മൂല്യത്തെ ഒന്നുകൂടി സന്യാസത്തിന്റെ അന്തസത്തയാക്കി പുനഃപ്രവചനം ചെയ്യുകയുണ്ടായി. വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓരോ ജീവനും ആത്യന്തികമായി ഈശ്വര സത്തയാണ്. മാൻ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ എന്നുള്ള ആ വലിയ ആ ആശയത്തെയാണ് വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രചരിപ്പിക്കുകയുണ്ടായത്. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സമയം ഏകദേശം കഴിയാറായി. ഈ ജീവസേവ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ശാന്തിഗിരി ആശ്രമമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവസേവയാണ്. ഈ ജീവസേവ അതായത് സമൂഹം സേവനമായിട്ട് പകർന്നെടുക്കുന്ന കാര്യങ്ങൾ, അതാണ് ജീവസേവ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സന്യാസത്തിന്റെ അന്തസത്തയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് ചിത്തശുദ്ധിക്കുള്ളൊരു മാർഗമാണെന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. അതായത് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് ചുറ്റുമുള്ളവരെ സേവിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചുറ്റുമുള്ളവരെ ഈശ്വരനായി കണ്ട് സേവിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നത് മനസ്സിന്റെ ശുദ്ധിയാകുന്നു. മനസ്സിന്റെ ശുദ്ധിയാണ് സന്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനഃശുദ്ധി നേടുക എന്നുള്ളത്. അതിന് ചുറ്റുമുള്ളവരെ നമുക്ക് സേവിക്കേണ്ടതുണ്ട്. ഈ ഒരു വലിയ ആശയത്തെ, ജീവസേവ എന്ന് പറയുന്ന ഒരു ആശയത്തെ സന്യാസത്തിന്റെ ആദർശവാക്യമായി ശ്രീരാമകൃഷ്ണ വിവേകാനന്ദന്മാർ നമ്മുടെ മുമ്പിൽ വെക്കുന്നതിന്റെ ആ ഒരു പ്രധാന കാര്യത്തെയാണ് ഞാനിവിടെ വിശദീകരിക്കുകയുണ്ടായത്. ഇനിയും സന്യാസത്തിൽ ഉണ്ടാകാവുന്ന അപചയങ്ങളും ജീർണതകളും അതിനെക്കുറിച്ചും വിവേകാനന്ദ സ്വാമികൾ പല ആശയങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, സിദ്ധികളിൽ അഭിരമിക്കരുത്. നമ്മൾ ജ്ഞാനത്തിലേക്കുള്ള വഴികളിൽ അല്ലെങ്കിൽ മനസ്സിനെ വിളിച്ചുണർത്തുമ്പോൾ ഉണ്ടാകാവുന്ന സിദ്ധികൾ, അതിൽ അഭിരമിക്കരുത് എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതായത് ഒരു സിദ്ധിയെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യത്തെ നേടാൻ സാധിക്കില്ല എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്. ആ സിദ്ധികളെ, നമുക്ക് കൈവരുന്ന സിദ്ധികളെ ദുരുപയോഗം ചെയ്താൽ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് പഠനം. സ്വാധ്യായാദികൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. പഠന മനനങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഒരു സന്യാസി ഒരിക്കലും പഠന മനനങ്ങളെ, സ്വാധ്യായാദി മനനങ്ങളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. ഒരു സന്യാസ സമ്പ്രദായത്തിൽ അപചയങ്ങൾ കടന്നു വരുന്നത് പഠനത്തിൻ്റെയും മനനത്തിൻ്റെയും കുറവുണ്ടാവും എന്ന് വിവേകാനന്ദ സ്വാമികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോൾ ബുദ്ധ സമ്പ്രദായം, ബുദ്ധന്റെ സന്യാസ സംഘമൊക്കെ ഇവിടെ ജീർണിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജീർണത എന്ന് പറയുന്നത് കാലത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആ ജീർണതയിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ പല മാർഗദർശനവും നൽകിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, നമ്മൾ ആധ്യാത്മികതയിലേക്ക്
ഒരാൾ ഉയർന്നു എന്നതിന്റെ തെളിവെന്താണ്? ഒരാൾ ജ്ഞാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്താണ്? വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, നമുക്ക് ജീവിതത്തിൽ കൈവരുന്ന ശ്രേഷ്ഠ ഗുണങ്ങളെ കൊണ്ട് ആ കാര്യത്തെ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും, തിട്ടപ്പെടുത്താൻ സാധിക്കുമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു. നമ്മൾ അതിലൂടെ, അതായത് ഒരാൾ ആധ്യാത്മിക വ്യക്തിത്വമായി തീരുമ്പോൾ അയാളിലേക്ക് പരിശുദ്ധിയും ത്യാഗവും തനിയെ വന്നു ചേരും. അപ്പൊ നമ്മൾ ഒരാള് ശ്രേഷ്ഠനാണോ, ഒരു സന്യാസി ശ്രേഷ്ഠനാണോ എന്ന് തിരിച്ചറിയുവാനുള്ള മാർഗം ഇതാണ്. അയാൾക്ക് പരിശുദ്ധിയുണ്ടോ, അയാൾക്ക് ത്യാഗമുണ്ടോ എന്ന് തിരഞ്ഞാൽ മതി. അപ്പൊ ഈ സന്യാസം കൊണ്ട് ഒരാളിൽ ഉണ്ടാവേണ്ട ഗുണം ഇതാണ്, പരിശുദ്ധി. അയാളുടെ ജീവിതം പരിശുദ്ധമാവണം, അയാളുടെ ജീവിതത്തിൽ ത്യാഗമുണ്ടാവണം, പ്യൂരിറ്റി ആൻഡ് റിനൗൺസിയേഷൻ. ഇതാണ് ഒരു സന്യാസിക്കുണ്ടാകേണ്ട ശ്രേഷ്ഠ ഗുണങ്ങൾ എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ നിർത്താൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ജ്ഞാനത്തിലേക്ക് ഉയരാനായിട്ട് ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നത് 4 മാർഗങ്ങളാണ്: രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഘടയോഗം. അപ്പൊ ഈ മാർഗങ്ങളിൽ ഏതിനെ ഉപയോഗിച്ചു, അതിനെ സിംഗിളായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ എല്ലാത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ട്, കൂട്ടിച്ചേർത്തുകൊണ്ടോ ഒക്കെ എങ്ങനെയും ആ ഒരു ജ്ഞാനത്തെ ജീവിതത്തിന്റെ അന്തസത്തയാക്കി തീർക്കുക, ആ പ്രകാശത്തെ ജീവിതത്തിന്റെ അന്തസത്തയാക്കി തീർക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. അതാണ് സന്യാസത്തിലൂടെ നമ്മൾ നേടേണ്ടതുള്ളത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഓരോ ജീവനിലും ദിവ്യത്വം നിമീലിതമായിരിക്കുന്നു. ആ ദിവ്യത്വത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ ജീവന്റെയും ലക്ഷ്യമായിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, "Arise, awake and stop not till the goal is reached." ഉണരുക, എണീക്കുക, ലക്ഷ്യം വരെ നിൽക്കാതിരിക്കുക. ഓരോ സന്യാസ മാർഗത്തിൽ ചരിക്കുന്ന ഓരോരുത്തരോടും വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെ, പ്രകാശത്തിൽ എത്തുന്നത് വരെ നിൽക്കാതിരിക്കുക, ഉണരുക, എണീക്കുക. വിവേകാനന്ദ സ്വാമികളുടെ ആ വലിയ നിർവചനത്തെ ഇതിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. എന്തായാലും ശരി, അങ്ങനെയാണ് ആ ഗുരുത്വം, പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ആ പ്രകാശത്തിലേക്ക് നടന്നെടുക്കുവാൻ ഓരോ സന്യാസിമാർക്കും, സന്യാസ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് സാധിക്കുമാറാവട്ടെ. ജീവിതം അതുവഴി ആനന്ദ കമ്പോളമായി തീരട്ടെ. ആനന്ദമാണ് ഈ പ്രകാശത്തിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരല്പനേരം എന്ന് പറഞ്ഞതുപോലെ പരയുടെ പാല് നുകരുവാൻ, ആ ആനന്ദം അനുഭവിക്കുവാൻ ഓരോ സന്യാസിക്കും കഴിയട്ടെ. ആ ആനന്ദത്തിന്റെ ആ ആനന്ദത്തിന്റെ അനുഭവമാണ് സന്യാസത്തിന്റെ പൊന്നൂലായിട്ട് ഉള്ളത് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്നും ഞാൻ വിടവാങ്ങുന്നു. എന്തായാലും ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ സന്യാസ ദീക്ഷ വാർഷികത്തോടനുബന്ധിച്ച് എന്നെ ക്ഷണിച്ച ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസ ശ്രേഷ്ഠന്മാരോട് ഓരോരുത്തരോടും ഞാൻ എൻ്റെ കൃതജ്ഞതയും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിലെ ഗുരുക്കന്മാരോടും സന്യാസിന്മാരോടും ഒക്കെ ഉള്ള ആ ഒരു വലിയ കടപ്പാട് ഞാനിവിടെ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം ശാന്തി, ശാന്തി, ശാന്തി. സ്വാമിജിയുടെ കൃപാനിധിയായ വാക്കുകൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി സന്യാസ ദീക്ഷയുടെ 40 വർഷങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനായി ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്ററായ ഡോക്ടർ GR കിരൺ അവരുകളെ ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം
പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, എത്രയും ബഹുമാനപ്പെട്ട ആദരണീയ സ്വാമി നന്ദാത്മജാനന്ദ ശ്രീരാമകൃഷ്ണ മഠം, മോസ്റ്റ് റിവിയേർഡ് ആദരണീയ ആചാര്യ വിവേക് മുനിജി മഹാരാജ്, ആചാര്യ സുശീൽ മുനിജി മിഷൻ, സമാദരണീയ സ്വാമി ആനന്ദ ജ്യോതി ജ്ഞാന തപസ്വി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസി സന്യാസിനിമാർ, ബ്രഹ്മചാരിണി ശാന്തിപ്രിയ ആർ, ബ്രഹ്മചാരി ഊർമിള ചിത് ആർ, ബ്രഹ്മചാരിണിമാർ, ഡോക്ടർ ശ്രദ്ധ സുഗതൻ, ശ്രീമതി മേഘ മധുസൂദനൻ, ശാന്തിഗിരി ആശ്രമം രക്ഷകർത്ത സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മബന്ധുക്കളെ സാദര പ്രണാമം. ഇന്നത്തെ സ്വാമിയും ആചാര്യനും പറഞ്ഞതിലേക്ക് അധികം കടക്കാൻ സമയം കൊണ്ടും ഇപ്പം അവര് വളരെ വിശദമായി സംസാരിച്ചു. അതിൽ നിന്ന് ഒന്നാമതായി ജൈൻ സിദ്ധാന്തത്തിൽ നിന്നും ഒപ്പം തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദ സ്വാമിയുടെയും പരമ്പരയിൽ നിന്ന് ഉള്ള ആചാര്യന്മാരും സന്യാസിമാരും ഇന്ന് നമ്മുടെ ഒപ്പം സംസാരിച്ചു. അതുകൂടിയാകുമ്പോൾ നമ്മുടെ ഈ യാത്ര കൂടുതൽ സഫലമാകുന്നു. അതൊരു ഗുരുവിന്റെ കാരുണ്യമായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതിലെടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇതിനെയൊക്കെ പിന്നെയും കണ്ട് നമുക്ക് പഠിക്കുവാനൊക്കെ ഉണ്ട്. സിദ്ധി ഉപയോഗിക്കാതിരിക്കുന്നതിനെ കുറിച്ചും അതുപോലെ ആത്മീയമായ മോക്ഷത്തിലേക്ക് പോകുന്ന വഴികളെ കുറിച്ചും അതിൽ പരോപകാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായി. എന്നാൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും കാര്യമാണ്. അതെല്ലാം നമ്മളെ അറിയിച്ച ഇവരോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഗുരുവിന്റെ 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ, ഗുരുവിൽ നിന്നും 40 വർഷം മുമ്പ് സന്യാസ ദീക്ഷ സ്വീകരിച്ച സന്യാസിനിമാരുടെ അനുഭവ ജീവിതത്തിൽ കൂടി നമ്മൾ ഇന്ന് അടുത്ത 2 പേരെ കൂടെ പരിചയപ്പെടുക, അഥവാ അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുകയാണ്. വക്കം വില്ലിച്ചൽ മണക്കാട് വീട്ടിൽ ശ്രീ ജനാർദ്ദന്റെയും തങ്കമ്മയുടെയും മകളാണ് രമാദേവി. ഗുരു വർക്കല ശാന്തിഗിരിയിലായിരുന്ന സമയം അവിടെ വെച്ച് ഗുരുവിനെ പരിചയമുള്ള കായിക്കരയുള്ള ഒരാളിൽ നിന്നും ഗുരുവിനെ കുറിച്ച് രമാദേവിയും സഹോദരിയും അറിയാനിടയായി. അവർ വർക്കല ശാന്തിഗിരിയിലെത്തി ഗുരുവിനെ ദർശിച്ചു. തുടർന്ന് കുടുംബസമേതം അവർ ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അന്ന് ഗുരു രമാദേവിയോടും കുടുംബത്തോടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കുടുംബം അങ്ങനെ ഗുരുവിശ്വാസികളായി തീർന്നു. രമാദേവി ഗുരുനിർദ്ദേശപ്രകാരം നഴ്സിംഗ് പഠനത്തിന് ചേർന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം പാലക്കാടുള്ള ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് കന്യാകുളങ്ങര ഹെൽത്ത് സെന്ററിൽ നഴ്സായി സേവനമനുഷ്ഠിച്ചു വന്നു. ആശ്രമത്തിൽ നിന്നായിരുന്നു ഈ സമയത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആശ്രമകർമ്മങ്ങളും നഴ്സിന്റെ ജോലിയുമായി രമാദേവി മുന്നോട്ട് പോയി. 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസി ദീക്ഷാ വേളയിൽ ഗുരുവിൽ നിന്നും ദീക്ഷ ഏറ്റുവാങ്ങിയ 31 പേരിൽ ഒരാളായി രമാദേവിയും ഉണ്ടായിരുന്നു. രമാദേവി ഗുരുവിൽ നിന്നും ദീക്ഷാനാമം സ്വീകരിച്ച് ജനനി കരുണാ ജ്ഞാന തപസ്വിനിയായി. സന്യാസി ദീക്ഷയ്ക്ക് ശേഷവും ഗുരുനിർദ്ദേശപ്രകാരം ജനനി ജോലിക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ശാന്തിഗിരി സിദ്ധ ഹോസ്പിറ്റലിന്റെ തുടക്ക സമയത്ത് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി ഗുരു ജനനിയെ ഏൽപ്പിക്കുകയുണ്ടായി. അന്ന് നഴ്സുമാരായി കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജന്നിയുടെ നഴ്സിംഗ് മേഖലയിലെ പരിചയ സമ്പത്ത് ഹോസ്പിറ്റലിന് ഈ സമയത്തൊരു മുതൽക്കൂട്ടായി. സർവാദരണീയ ജന്നി കരുണ ജ്ഞാന തപസ്വിനി ആശ്രമകർമ്മങ്ങളും ഗുരു ശുശ്രൂഷയുമായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 40 വർഷങ്ങളായി സന്യസ്ത ജീവിതം നയിക്കുന്ന സർവാദരണീയ ജന്നിക്ക് ഗുരുവിന്റെ കാരുണ്യം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാർച്ച് ഏപ്രിൽ കാലം, 5ാം ക്ലാസ്സിലെ മധ്യവേനൽ അവധിക്കാലമാണ്. വർക്കല സ്വദേശിയായിരുന്ന സുജയും കൂട്ടുകാരും കൂടി വീട്ടുമുറ്റത്തെ ഒരു മാവിൽ കയറിയിരിപ്പാണ്. ഓരോ മാങ്ങയുടെയും തുമ്പ് കടിച്ചു നോക്കുകയാണ് കുട്ടികൾ. അപ്പോഴാണ് അരികിലെ ഇടവഴിയിൽ കൂടി അപരിചിതനായ ഒരാൾ നടന്നു വരുന്നത് കുട്ടികൾ കണ്ടത്. ഏകദേശം കാൽവണ്ണം ഇറക്കത്തിൽ
ചുറ്റിയ വെള്ളമുണ്ട്. തോളത്ത് ഒരു തോർത്തും ഇട്ടിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നടത്തം. വേഗത്തിൽ നടന്ന് ആ അപരിചിതൻ സുജയുടെ വീട്ടിലെത്തി. കുട്ടികൾ മാവിൽ നിന്നിറങ്ങി ആഗതന്റെ പുറകെ നടന്നു. അകത്ത് ചെന്ന കുട്ടികൾ കണ്ടത് അസുഖം വന്ന കിടപ്പിലായ സുജയുടെ ചേച്ചിയുടെ അരികിൽ വന്നു നിൽക്കുന്ന അപരിചിതനെയായിരുന്നു. സുജയുടെ ചേച്ചി വളരെ നാളുകളായി അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. വന്ന ആൾ തന്റെ മടിക്കുത്തിൽ നിന്ന് ഒരു കൊച്ചു കടലാസ് പൊതിയെടുത്ത് തുറക്കുകയും അതിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്ത് പ്രാർത്ഥിക്കുന്നതും സുജ കണ്ടു. എന്നിട്ട് ആ ഭസ്മം ചേച്ചിക്ക് നൽകി. സാരമില്ല, ഇതങ്ങ് മാറിക്കോളും എന്ന് അമ്മയോട് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങി. ആഗതൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുജ അമ്മയോട് അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അത് ശിവഗിരിയിലെ നല്ല കൊച്ചുസ്വാമിയാണ്. പിന്നീട് ചേച്ചിയോടൊപ്പം സുജ പലപ്പോഴും വർക്കല ശാന്തിഗിരിയിൽ എത്തുമായിരുന്നു. ചേച്ചിയുടെ രോഗം ക്രമേണ മാറി തുടങ്ങിയതോടെ ഈ കൊച്ചുസ്വാമിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് സുജയ്ക്ക് തോന്നി തുടങ്ങി. പിന്നീട് കുറേ നാൾ ഗുരുവിനെ സുജ കണ്ടതേയില്ല. വർഷങ്ങൾ കടന്നുപോയി. 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേരുന്ന സമയം ഒരു കൂട്ടുകാരിയോടൊപ്പം ഒരു ദിവസം സുജ വർക്കല ശാന്തിഗിരിയിൽ എത്തിച്ചേർന്നു. അന്ന് ഗുരു സുജയോട് പറഞ്ഞു, നിന്റെ മനസ്സ് ആരിലും പതിയരുത്. ഇതും പറഞ്ഞ് ഗുരു അകത്തോട്ട് കയറിപ്പോയി. പിന്നീട് സുജയുടെ സഹോദരന് ചില ബുദ്ധിമുട്ടുകൾ വന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് മനോനില തന്നെ തകരാറിലാകുന്ന ഒരവസ്ഥ വന്നു. ഈ സമയത്ത് സുജ തന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാനായി എന്ത് ചെയ്യണമെന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു അവളോട് കുറച്ചുനാൾ ആശ്രമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കർമ്മം ചെയ്യാനായി അറിയിച്ചു. ഗുരുനിർദ്ദേശം അനുസരിച്ച് സുജ ആശ്രമത്തിൽ നിന്ന് കർമ്മം ചെയ്യാൻ ആരംഭിച്ചു. ഒരു ദിവസം അവർ ഗുരുവിനോട് ആശ്രമത്തിൽ എന്നെ കൂടി സ്ഥിരമായി നിർത്താമോ എന്ന് ചോദിച്ചു. എന്നാൽ കൊച്ചേ, നിനക്ക് ഇതൊന്നും തരണം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഗുരു അന്ന് പറഞ്ഞത്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോയെങ്കിലും ആശ്രമത്തിൽ സ്ഥിരമായി നിൽക്കണമെന്ന ആഗ്രഹം സുജയുടെ മനസ്സിൽ രൂഢമൂലമായി. കുറച്ചു നാളുകൾക്ക് ശേഷം ആശ്രമത്തിൽ അന്തേവാസിയാകാൻ ഗുരു സുജയ്ക്ക് അനുവാദം നൽകി. 1984 ശാന്തിഗിരിയിലെ പ്രഥമ സന്യാസ ദീക്ഷാ ദിനത്തിൽ ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച സുജ ജനനി വിശുദ്ധ ജ്ഞാന തപസ്വിനിയായി. ആശ്രമകർമ്മങ്ങളിലും ശാന്തിഗിരി വിദ്യാഭവനിലെ അധ്യാപികയായുള്ള സേവനവുമായി സർവാദരണീയ ജനനി മുന്നോട്ട് പോയി. 2002 സർവാദരണീയ ജനനി വിശുദ്ധ ജ്ഞാന തപസ്വിനി ഗുരുജ്യോതിയിൽ അണഞ്ഞു. 1970 പ്രസിദ്ധീകരിച്ച ശ്രീ ശാന്തിഗിരി എന്ന ഗ്രന്ഥത്തിൽ ഗുരു അറിയിച്ചിരുന്ന കാര്യങ്ങളുടെ ഒരു ഭാഗം പ്രാർത്ഥനാപൂർവം വായിക്കുകയാണ്. അരൂർ കുറ്റിക്കടുത്തുള്ള ചന്ദരൂരാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. കുഞ്ഞിലെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ നല്ല ഭക്തനായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞറിയാം. അമ്മ അത്ര ഭക്തിയില്ലാത്തവരും. അച്ഛൻ്റെ കുടുംബവുമായി അധികം ബന്ധപ്പെടാനുള്ള സാഹചര്യം അമ്മയുടെ വീട്ടുകാർ എനിക്ക് തന്നില്ല. എൻ്റെ 5ാമത്തെ വയസ്സിൽ അമ്മയുടെ അമ്മയുമൊത്ത് കുടുംബക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറയാൻ തുടങ്ങി. അയ്യോ പറയല്ലേ, അവർ മുട്ടാളന്മാരും കാട്ടാളന്മാരുമാണ്. ഒരു അശരീരി കേട്ടു. അതിനുശേഷം അത്തരം കാര്യങ്ങൾ വീട് വിടുന്നത് വരെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ 9ാമത്തെ വയസ്സ് വരെ ഉള്ളിൽ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ. 9 വയസ്സ് വരെ ആരോടും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുവാനും സാധിച്ചില്ല. ഈ കാഴ്ചയെക്കുറിച്ച് വീട്ടുകാർക്കും അറിവില്ലായിരുന്നു. എൻ്റെ 10ാമത്തെ വയസ്സിൽ അമ്മയുടെ 2ാം വിവാഹം നടന്നു. അതിനുശേഷം അമ്മാവന്റെ കൂടെ തന്നെ മുമ്പ് തുടർന്നു വന്നതുപോലെ 12.5 വയസ്സ് വരെ താമസിച്ചു. ആ അവസരത്തിൽ പഴനിക്ക് പോകുന്നു എന്ന പേര് പറഞ്ഞ് രുദ്രാക്ഷമാല കഴുത്തിലിട്ടിരുന്നു. ഇളയച്ചൻ ചിലപ്പോഴൊക്കെ കള്ളുകുടിക്കുകയും അസഭ്യമായ ഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ പതിവായിരുന്നു. ഒരു ദിവസം സഹിക്കാനാവാത്ത തരത്തിൽ അദ്ദേഹം എന്നോടും വീട്ടിലുള്ളവരോടും ക്രൂരമായി പെരുമാറി. അതേസമയം ദേഹോപദ്രവം ഒന്നും ചെയ്തില്ല. ഞാൻ അന്ന് തന്നെ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഭജനമഠത്തിന്റെ തിണ്ണയിൽ പോയി കിടന്നു. ഞാൻ തനിച്ച് അന്ന് ആദ്യമായി കിടന്നുറങ്ങാൻ ഇടയായതിൽ അനേകം ചിന്തകൾ
എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ എന്നെ അക്ഷരം പഠിപ്പിച്ച കുമാരപിള്ള ആശാന്റെ അടുത്ത് പോയി. എനിക്ക് ഏതെങ്കിലും ആശ്രമത്തിൽ കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹം എന്നറിയിച്ചു. ഇത്രയും കേട്ടപ്പോൾ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്നും സംസാരിക്കാതെ ചിന്താഗ്രസ്തനായി നിന്നതിനു ശേഷം അന്ന് അദ്ദേഹത്തിന്റെ കൂടെ മാഖം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പള്ളിക്കൂടത്തിന്റെ കാര്യം പറഞ്ഞേൽപ്പിച്ച് ഞാൻ കരുണാകരന്റെ കൂടെ പോയി വരട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് വൈകുന്നേരം 5 മണി വരെ ആശ്രമ പരിചയമുള്ളവരെ കണ്ട് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് നടന്നു. കഷ്ടപ്പാട് ഇതാണ്: അദ്ദേഹത്തിൽ പതിവായി വാദപ്പനി വരിക കൂടാതെ 2 കാലിലും മന്തും ഉണ്ടായിരുന്നു. ആ നാട് നടന്നാൽ കണങ്കാൽ വരെ പുതിയുന്ന ഭൂമിയാണ്. ചുട്ടുകൊള്ളുന്ന വെയിലും 2-3 ഫർലോങ് അകലത്തിൽ ഓരോ പറങ്കിമാവോ മറ്റേതെങ്കിലും വൃക്ഷങ്ങളാണ് ഉള്ളത്. അവിടെ ഓടിയെത്തിയാണ് ആ ചൂടിൽ നിന്നും രക്ഷപ്പെടുന്നത്. വെള്ളം കുടിക്കുന്നതിന് പോലും കാശില്ലായിരുന്നു. വൈകിട്ട് 5 മണിയോടുകൂടി അരൂർ കൃഷ്ണപിള്ള എന്ന ആളിന്റെ വീട്ടിലെത്തി. അദ്ദേഹം ഒരു സഞ്ചാരിയാണെന്ന് സംഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. ടിയാൻ പറഞ്ഞു, കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്ന ആശ്രമങ്ങൾ ഇപ്പോൾ ഉള്ളതായി എനിക്കറിയില്ല. പിന്നെ കാലടി ആഗമാനന്ദ സ്വാമിയുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ സ്കൂൾ സമ്പ്രദായത്തിലാണുള്ളത്. ആധ്യാത്മിക സമ്പ്രദായം ഉണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്തായാലും ആശാൻ അങ്ങോട്ട് തന്നെ പോകാൻ തീർച്ചയാക്കി. കൊച്ചിൻ ഹാർബറിൽ കൊണ്ടുപോയി വണ്ടി കയറ്റി വിട്ടു. കാലടി ആശ്രമത്തിലെത്തി. ആശ്രമവാസികൾ സന്തോഷമായിട്ടാണ് കണ്ടമാത്രയിൽ പെരുമാറിയത്. എങ്കിലും ഉച്ച കഴിയും വരെ പലതും ചോദിച്ചു, പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൽ കഴിയാൻ സൗകര്യമില്ല എന്നറിയിച്ചു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ആ 15 വയസ്സുള്ള ഗുരുവിന്റെ ആ കാലഘട്ടമാണ്. അവിടെ നിന്ന് നടന്ന് ചൊവ്വര എന്ന സ്ഥലത്ത് റെയിൽവേ പാതയ്ക്കടുത്ത് ഒരു ചെറിയ കാടിന് സമീപം വന്നപ്പോൾ ഫക്കീറിന്റെ വേഷത്തിൽ ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു, വിഷമിച്ചു അല്ലേ? സാരമില്ല, നീ പോ, ആയിക്കോളൂ. തൊട്ടടുത്ത് ആലുവ പാലം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള ബസ് സ്റ്റാൻഡിൽ വന്നു. 2 ചെറുപ്പക്കാർ ഒരു മുറുക്കാൻ കടയുടെ വാതിൽക്കൽ നിന്ന് എണ്ണ തേച്ചുകൊണ്ട് ആശ്രമ കടവിൽ പോയി കുളിക്കാമെന്ന് പറയുന്നത് കേട്ടു. അവരുടെ പിന്നാലെ ഞാനും നടന്നു. കടവിൽ ചെന്നപ്പോൾ ഇരുവശവും മതിൽ കെട്ടിയടച്ച 2 കോമ്പൗണ്ട് കെട്ടു. കിഴക്കേത് ആശ്രമമാണെന്ന് തോന്നത്തക്ക നിലയിൽ മണൽ വിരിച്ചിരിക്കുന്നു. അശോകത്തെറ്റി തുടങ്ങിയ ചെടിവർഗങ്ങളും അവിടെ കണ്ടു. ഞാൻ അകത്ത് കടന്നു. പ്രാർത്ഥന കഴിഞ്ഞ സമയമാണ്. തെക്കേയറ്റത്ത് വരാന്തയിൽ ശിവഗിരി മഠാധിപതി ശ്രീ ശങ്കരാനന്ദ സ്വാമി ഒരു ചാരുകസേരയിൽ കിടക്കുന്നത് കണ്ടു. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു. എനിക്ക് ആശ്രമത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞുകൂടണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. എനിക്കന്ന് സ്വാമികളോട് പെരുമാറാനുള്ള ചിട്ടയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കരുണാകരൻ അപ്പുറത്തിരിക്കണം. വേറൊരു കരുണാകരൻ അവിടെ ഉണ്ടായിരുന്നു. അയാളോട് ഈ കരുണാകരനെ കൂടി വിളിച്ചിരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന അനന്താനന്ദ സ്വാമികൾ എന്നോട് വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു. ശരി, അഡ്രസ്സ് തന്നിട്ട് പോകണം. ഇവിടെ ഒരാളിന്റെ ആവശ്യം വരും, അപ്പോൾ അറിയിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മഠാധിപതി സ്വാമി അവിടെ വന്നു. അവനെ വിടരുത്, അവനെ ഇവിടെ നിർത്തി സ്വാമി അറിയാവുന്നത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ എൻ്റെ ആശ്രമ ജീവിതം ആരംഭിച്ചു. ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുള്ള ഗുരുവിൻ്റെ ജീവിത കഥകളിലൂടെ അല്ലെങ്കിൽ ജീവിതം, നമ്മൾ ഗുരുവിൻ്റെ ത്യാഗ ജീവിതം പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് ഗുരു ആ ഭജനമഠത്തിൽ ചെന്നിരുന്നതും പിന്നെ ആശാനെ കണ്ടതും ആശാൻ വഴി പോകുന്നു എന്ന് മാത്രമാണ് പലപ്പോഴും വായിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വായിച്ചത് ഗുരുവിൻ്റെ ഈ ഗുരു പറഞ്ഞ ഈ 1970 ഈ ബുക്കിൽ നിന്നാണ്. ആ പറഞ്ഞതിൽ പോലും സ്വന്തം ആശാനോടുള്ള അതിയായ ഒരു സ്നേഹം നമുക്ക് കാണാൻ കഴിയും. 14-15 വയസ്സ് മാത്രമുള്ള ഒരു ബാലൻ, അതും നമുക്കറിയാം അധികം സമയം അവിടെ പഠിക്കാൻ പോയിട്ടില്ല. ആ 14-15 വയസ്സുള്ള ഒരു ബാലൻ വരുമ്പോൾ എനിക്ക് സന്യസിക്കണം എന്ന് പറയുന്ന സമയത്ത്, ആശ്രമത്തിൽ പോകണമെന്ന് പറയുന്ന സമയത്ത്
ഈ ആശാൻ 15 മിനിറ്റ് ഇരുന്ന് ചിന്തിക്കുകയാണ് ചെയ്തത്. തിരിച്ച് വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിച്ച് നിനക്ക് നല്ലയാളാകാമെന്നോ അല്ല ആശാൻ പറഞ്ഞത്. അപ്പോൾ ആ ആശാനിൽ ആ ചെറുപ്രായത്തിൽ തന്നെ ഗുരു ഉണ്ടാക്കിയ ഒരു സ്വാധീനം നമുക്ക് ഓർക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ തന്നെ കഴിയുന്നതിനും അപ്പുറമാണ്. ആ വ്യക്തി അന്ന് മുഴുവനും നടക്കാൻ പ്രയാസമുള്ള ആ വ്യക്തി നടന്ന് അവിടെ ചുറ്റും നോക്കി ആശ്രമ പരിചയമുള്ള ഒരാളെ കണ്ടെത്തി ഗുരുവിനെ അത് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഗുരു ആ പ്രായത്തിൽ തന്നെ എത്ര സ്വാധീനമുണ്ടാക്കി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ ആശ്രമ ജീവിതം തുടങ്ങിയതിന് ശേഷം പിന്നീടുള്ള കാലഘട്ടം, പിന്നീടുള്ള ആ ത്യാഗപൂർണമായ ജീവിതമൊക്കെ നമ്മൾ പല കേട്ടിട്ടുള്ളതാണ്. നമ്മളത് പിന്നെയും പിന്നെയും അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് സ്വാമിമാർ പ്രത്യേകിച്ച് അത് അഗമാനന്ദ സ്വാമിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് ഈ അവസരത്തിൽ ഓർക്കുവാൻ കാര്യമായി. രണ്ട് സ്വാമിയോടും ആചാര്യനോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി സ്നേഹാദരവുകൾ അറിയിക്കുന്നു. എൻ്റെ എല്ലാവർക്കും സ്വാമി പറഞ്ഞതുപോലെ തന്നെയാണ് ശാന്തിഗിരി ആശ്രമത്തിന്റെയും ആ സന്ദേശം അതാണ്. ലോകം മുഴുവനും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും എല്ലാ സൗഖ്യവും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. ശാന്തിഗിരി ആശ്രമത്തിലെ ആദ്യ സന്യാസിമാരെ കുറിച്ചും ഗുരുവിന്റെ ജീവിതത്തിനെ കുറിച്ചും സംക്ഷിപ്തമായി പക്ഷെ അത്യന്തം മനോഹരമായി വിവരിച്ചതിന് ഡോക്ടർ GR കിരൺ സാറിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ഡോക്ടർ ശ്രദ്ധ സുഗതനെ ക്ഷണിക്കുന്നു. സദ്ഗുരേ ശരണം. പരമകാരുണ്യവാനായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്ദ്യ ശിഷ്യപൂജിതയെ നമിച്ചുകൊണ്ട് നമ്മുടെ 40ാം സന്യാസി ദീക്ഷാ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓൺലൈൻ സത്സംഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചതിന് ആദ്യമായി ആത്മവിദ്യാലയത്തിന്റെ പ്രവർത്തകർക്കും രക്ഷകർത്തൃ സമിതിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം, അതിൽ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകം, ഭാരതത്തിന്റെ പൈതൃകത്തിലുള്ളതാണ്. അതിലുള്ള പ്രധാനപ്പെട്ട 2 ശാഖയിലുള്ള സന്യാസി വര്യന്മാരാണ് ഇന്ന് നമുക്ക് വേണ്ടി അവരുടെ അറിവ് പങ്കുവച്ചത്. അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു അവസരമാണ് എനിക്കിന്ന് ലഭിച്ചത്. ആദ്യമായി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ആദരണീയ ആചാര്യ വിവേക് മുനിജി മഹാരാജനാണ്. ആചാര്യ സുശീൽ മുനി മിഷനിൽ നിന്നും നമ്മുടെ സത്സംഗത്തിന് മഹത്തായ ഒരു വാക്ക് നൽകി നമ്മളോടൊപ്പം ഇന്ന് ഈ സത്സംഗത്തിൽ പങ്കുചേർന്ന ആചാര്യന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. आदरणीय आचार्य जी, आज के सत्संग में आप आए, आपके प्रधान वक्त हमारे साथ आपने बिताए। आपके प्रेरणादायक और ज्ञानवर्धक उद्बोधन के लिए हम सभी आपके अत्यंत आभारी हैं। आपने हमें अपनी बातें इतने सहज और प्रभावी ढंग से समझाई जो हमारे लिए बहुत महत्वपूर्ण है। आपके विचारों ने हम सभी को नई दिशा और प्रेरणा दी है। आप जैसे व्यक्तित्व का हमारे बीच होना हमारे लिए गर्व और सौभाग्य की बात है। आपकी उपस्थिति ने इस कार्यक्रम की गरिमा को और भी बढ़ाया है। हम आपके समय, समर्पण और योगदान के लिए दिल से धन्यवाद देते हैं। आशा है कि भविष्य में भी हमें आपका मार्गदर्शन और सहयोग मिलता रहेगा। आपका एक बार फिर से हार्दिक धन्यवाद. അടുത്തതായി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് സ്വാമി നന്ദാത്മജ്ഞാനക്കാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ ആധ്യാത്മിക മാസിക പ്രബുദ്ധ കേരളം എഡിറ്ററായ അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം നമുക്കൊപ്പം ചെലവഴിച്ചു. ഭാരതത്തിന്റെ സന്യാസ പാരമ്പര്യത്തെക്കുറിച്ചും ആത്മമോക്ഷത്തെക്കുറിച്ചും
വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം തൻ്റെ അറിവ് നമുക്കൊപ്പം പങ്കുവച്ചു. നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് അദ്ദേഹത്തിന് ശാന്തിഗിരി ആശ്രമത്തിന്റെ പേരിലും ആത്മവിദ്യാലയത്തിന്റെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഡോക്ടർ GR കിരൺ, നമ്മുടെ ആത്മവിദ്യാലയത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ മെന്ററായ ഡോക്ടർക്ക് ഗുരുവിന്റെ എല്ലാ കാരുണ്യവും ഉണ്ടാവട്ടെ. ഇതുപോലെ 100,000 ഗുരുവിന്റെ ഓരോ കാര്യങ്ങൾ 100,000 കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ. എല്ലാം നല്ലപോലെ ഭംഗിയായി ചെയ്യാൻ ഉള്ള ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. സാറിന് ശാന്തിഗിരി ആശ്രമത്തിന്റെ പേരിലും ആത്മവിദ്യാലയത്തിന്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടുകൂടി സത്സംഗം ആരംഭിച്ച സമാദരണീയ സ്വാമി ആനന്ദ ജ്യോതി ജ്ഞാന തപസ്സിക്കും ഗുരുവന്ദനം ചൊല്ലിയ ബ്രഹ്മചാരിണി ശാന്തിപ്രിയയ്ക്കും ഗുരുവാണി വായിച്ച ബ്രഹ്മചാരി ഊർമിള ചിത്തനും ഞാൻ ശാന്തിഗിരി ആശ്രമത്തിന്റെ പേരിലും ആത്മവിദ്യാലയത്തിന്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നീ സത്സംഗത്തിൽ പങ്കുചേർന്ന എല്ലാ സന്യാസിനിമാർക്കും ബ്രഹ്മചാരിമാർക്കും ആത്മബന്ധുക്കൾക്കും ഞാൻ ആശ്രമത്തിന്റെ പേരിലും ആത്മവിദ്യാലയത്തിന്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എന്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരീശ്വരൻ. ഇന്നത്തെ ഈ സത്സംഗം ഗുരു തൃപ്പാദങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കാൻ സമാദരണീയ സ്വാമി ആനന്ദജ്യോതി ജ്ഞാന തപസ്വിയെ ക്ഷണിക്കുന്നു. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു അതീവ സത്യപ്രകാശായ നമഃ. എല്ലാവിധ ദേവപരമ്പരയും എല്ലാവിധ ദേവീ പരമ്പരയും എല്ലാവിധ ഋഷി പരമ്പരയും എല്ലാവിധ ഗുരുപരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയൂഥത്തിന്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.